ഹായ് ഹലോ നമസ്കാരം. പേജിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റാണ്. ഓൾറെഡി നമ്മൾ മലയാളത്തിൻ്റെ 1-2 മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മിക്സഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന മലയാളം മോക്ക് ടെസ്റ്റിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് LP UP മാരത്തോൺ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് ഉണ്ട്. അപ്പോൾ എടുത്ത് നോക്കിക്കോളുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ, ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്ര ഒന്ന് കമൻറ്റ് ചെയ്യുക. തെറ്റിച്ചത് എത്ര എണ്ണം തെറ്റിച്ചു, അല്ലെങ്കിൽ എഴുതാതെ എത്ര എണ്ണം വിട്ടു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓരോ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങൾക്ക് തെറ്റിയ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് അത് പഠിക്കുക. ഓക്കെ, അറിയുന്ന ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ അറിയാത്ത ഒരു ചോദ്യമാണെങ്കിലും ആ ചോദ്യം എഴുതി വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഇവിടെ മലയാളത്തിൻ്റെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ സീരീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. നോക്കുക, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളത് കൊണ്ട് പദങ്ങൾ, ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ള ഇതിൽ വരുന്നുണ്ട്. നമുക്കത് ചോദിക്കുന്നതാണ്. നോക്കുക, ഇവിടെ നിശബ്ദത എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് കറക്റ്റായിട്ട് എങ്ങനെയാണ് മലയാളത്തിൽ നിശബ്ദത എന്ന് എഴുതുക. നോക്കൂ, 4 ഓപ്ഷൻ നമ്മൾ വായിക്കുമ്പോൾ നിശബ്ദത എന്നുള്ള രീതിയിൽ തന്നെയാണ് വായിക്കുക പ്രൊണൗൺസിയേഷൻ ചെയ്യുമ്പോൾ. പക്ഷേ കറക്റ്റായിട്ടുള്ള അതിൻ്റെ എങ്ങനെയാണ്, ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് നിശബ്ദത എന്നുള്ളത് മലയാളത്തിൽ കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കാൻ ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻ ഉണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒന്ന് എഴുതി നോക്കുക. ആദ്യം നിങ്ങൾ എഴുതി നോക്കുക, എന്നിട്ട് നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും അല്ലേ? പക്ഷെ നിങ്ങൾ തെറ്റി എഴുതി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. നമുക്ക് രണ്ടാമത്തേലേക്ക് പോകാം. ആവശ്യമുള്ളൊരു പോസ് ചെയ്താൽ മതി. 2, അങ്കുലി പരിമിതം എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അങ്കുലി പരിമിതം. അങ്കുലി പരിമിതം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ളതാണ്. നോക്കുക, അംഗവൈകല്യം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. 10 എണ്ണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൈവിരലിൽ എണ്ണാവുന്നത്ര എന്ന് പറയുന്നുണ്ട്. കൈകാലുകളിലെ വിരലുകൾ എന്ന് പറയുന്ന 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. മുൻപ് എത്ര പരീക്ഷകളിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടറിയോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യുക, അത് അർത്ഥമാക്കുന്ന ആ ഒരു അർത്ഥം എന്ത് ചെയ്യുക, എഴുതുക. അടുത്തത് നോക്കാം. മൂന്നാമത്തേത് ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അതും സെയിം ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ പറയുന്ന പ്രസംഗത്തിലൊക്കെ ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ പലരും അത് തെറ്റിച്ച് പറയുന്നുണ്ട്. ഇനി നമ്മളിത് നോക്കുമ്പോൾ ശരിയായിട്ട് നമുക്ക് എഴുതാം. നിങ്ങൾ എന്തായാലും ഉത്തരം എഴുതിക്കോളൂ. ഹാർദം, ഹാർദവം, ഹാർദവം, ഹാർദവം അല്ലേ? ഒക്കെ പറയുമ്പോൾ ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ നിങ്ങൾ എഴുതി നോക്കൂ. നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ എഴുതി എന്ന് വിശ്വസിക്കുന്നു. 4ലേക്ക് നമ്മൾ കിടക്കുകയാണ്. പുളിങ്കുരു എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ പിരിച്ചെഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? ഓക്കെ, പിരിച്ചെഴുതാന്നുള്ള ഒരു ഭാഗത്തു നിന്നുള്ളതാണ്. പുളിൻ പ്ലസ് കുരു, അല്ലെങ്കിൽ പുളി പ്ലസ് കുരു, അല്ലെങ്കിൽ പുളിൻ പ്ലസ് കുരു, അല്ലെങ്കിൽ പുളിം പ്ലസ് കുരു എങ്ങനെയാണ് എന്നുള്ളത്. ഈ ഒരു പുളിങ്കുരുവിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. ഓക്കെ, 4 ക്വസ്റ്റ്യനായി. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഘാതകൻ എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് എന്താണ്? ഘാതകൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ഈ 4 ഓപ്ഷനിൽ ഏതാണ് ഘാതകൻ എന്ന പദത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്? 1 ഭക്ഷിക്കുന്നവൻ, 2 കുഴിക്കുന്നവൻ, 3 കൊലയാളി, 4 വഞ്ചിക്കുന്നവൻ. ഏതാണ് ഘാതകൻ എന്ന് പറയുന്നതിനുമായിട്ട് റിലേറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, 5 എണ്ണം കഴിഞ്ഞു. 6ാമത്തേലേക്ക് പോകുമ്പോൾ താഴെ പറയുന്ന പഴഞ്ചൊല്ലിൻ്റെ സാരസ്യം എന്ത്? നോക്കുക, പഴഞ്ചൊല്ലി ഇതാണ്: മുറിവൈദ്യൻ ആളെ കൊല്ലും. പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള റിപ്പീറ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത്, മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് കുറേ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടു. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു മലയാളം മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുറിവൈദ്യൻ ആളെ കൊല്ലും അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരു പഴഞ്ചൊല്ല് കൊണ്ട്, നമുക്ക് പഴഞ്ചൊല്ല് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്കറിയാം. ആ പഴഞ്ചൊല്ലിൻ്റെ സാരസ്യം എന്തെങ്കിലും ഈ ഒരു പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അല്പജ്ഞാനം ആപത്താണ്, വൈദ്യൻ നിസാരനാണ്, പരിശീലനം നേടിയില്ലെങ്കിൽ പരാജയമടയും, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം ഗഹനമാണ്. എന്താണ് ഇതിനർത്ഥം, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്ഷൻ നോക്കുക, എഴുതുക. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ: അർജൻറ്റീനയുടെ ജേഴ്സി എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അർജൻറ്റീനയുടെ ജേഴ്സി എന്ന് പറയുന്ന കൃതി ആരുടെയാണ് എന്നുള്ളതാണ്. ഖാലിദ് ഹൊസൈനി, ലയണൽ മെസ്സി, ബെന്യാമിൻ, KR മീര. ആരുടെയാണെന്നുള്ളതാണ്. എന്താണ് അർജൻറ്റീനയുടെ ജേഴ്സി എന്ന് പറയുന്ന കൃതി എഴുതിയത് ആര്? നോക്കുക, ഖാലിദ് ഹൊസൈനി, ലയണൽ മെസ്സി, ബെന്യാമിൻ, KR മീര. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
കുഞ്ഞിത്താച്ചുമ്മ എന്ന കഥാപാത്രം ഏതു കൃതിയിലേതാണ്? കുഞ്ഞിത്താച്ചുമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ് എന്നുള്ളതാണ്. നീലവെളിച്ചം, ഉപ്പാപ്പാക്കൊരാന ഉണ്ടാർന്ന്, ആയിഷുക്കുട്ടി, പൂവമ്പഴം. ഇതൊക്കെ നിങ്ങൾ പല കൃതികളും കേട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും. കൃതികളും കഥാപാത്രവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മലയാളത്തിലെ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാകും. കാരണം നമ്മൾ ഒന്നാമത് നമ്മുടെ LP പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമുക്ക് പഠിക്കാൻ, നമ്മുടെ മലയാള ഭാഗത്തൊക്കെ പഠിക്കാൻ ഈ ഒരു കൃതികളൊക്കെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കഥാപാത്രങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കുഞ്ഞിത്താച്ചുമ്മ എന്ന് പറയുന്ന കഥാപാത്രം ചുവടെ തന്നിട്ടുള്ള ഏത് കൃതിയിലേതാണ് എന്നുള്ളതാണ്. നീലവെളിച്ചം, ഉപ്പാപ്പാക്കൊരാന ഉണ്ടാർന്ന്, ആയിഷുക്കുട്ടി, അതുപോലെ തന്നെ പൂവമ്പഴം ഏതാണെന്നുള്ളത് എഴുതുക. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആര്? പുരസ്കാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആര് എന്നുള്ളതാണ്. പാലാ നാരായണൻ നായർ, MP അപ്പൻ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ONV കുറുപ്പ്. ഇതിൽ ആർക്കാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആരാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? എഴുതുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇലയിട്ടു ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഇലയിട്ടു ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അനാവശ്യമായിട്ടുള്ളത്, തോറ്റതായി സമ്മതിക്കുക, അതിയായ കഷ്ടപ്പാട്, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഇതിലേതാണ് ഇലയിട്ടു ചവിട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, സോ നമ്മൾ 10 ക്വസ്റ്റ്യനാണ് നമ്മൾ മലയാളത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ നോക്കിപ്പോയി. കാരണം അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റായിട്ട് ഒരുപാട് പരീക്ഷകളിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നോക്കുകയാണ് സാറേ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ആണല്ലോ നമ്മളിവിടെ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളിത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണല്ലോ പഠിക്കുക. ചിലപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ പുതുത് തന്നെയാണ് കാണുക. PSCയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ കേട്ടറ്റ് നിങ്ങൾ പഠിച്ച പോലെ ആയിരിക്കില്ല. നേരെ കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു യോഗ്യതാ പരീക്ഷയാണ്, നിങ്ങൾക്കറിയാം അല്ലേ? അതിനൊരു നിശ്ചിത മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. അതിൽ നിങ്ങൾക്ക് ഒരാളോട് മത്സരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എത്രയാണോ മാർക്ക്, നിങ്ങളുടെ ആ ഒരു കാസ്റ്റ് ബേസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംവരണ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് വേണോ അത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സുഖമായിട്ട് യോഗ്യത നേടി. പക്ഷേ LP പരീക്ഷയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു PSC പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് അത്തരത്തിൽ യോഗ്യത മാത്രം പോരല്ലോ. കാരണം നമ്മൾ മറ്റുള്ളവരെ പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ മാർക്ക് മുന്നിലായാൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ച ജോലി അല്ലെങ്കിൽ നമ്മൾ ഏത് എക്സാമിനാണ് പഠിച്ചത് ആ ജോലി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സീരീസിൽ തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. അറിയാത്ത കാര്യങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. റിപ്പീറ്റായിട്ട് ഓരോ ആഴ്ചയും എന്ത് ചെയ്യുക? അറിയാത്ത കാര്യങ്ങൾ ആ എഴുതി വെച്ച ബുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ, അറിയുന്ന കാര്യങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കിട്ടും. ഓക്കെ, സോ നമ്മൾ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യുക? ആൻസർ പറഞ്ഞു പോവുക. ഓക്കെ, അപ്പോൾ ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ നിശബ്ദത എന്ന് എഴുതുന്നത് നോക്കുക. ഇവിടെ ഈ പറയുന്ന ഓപ്ഷൻ ബി കണ്ടോ, നിശബ്ദത, ഇങ്ങനെയാണ് നിശബ്ദത എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഒന്നാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അങ്കുലി പരിമിതം അല്ലേ? അങ്കുലി പരിമിതം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കൈവിരലിൽ എണ്ണാവുന്നത്ര അല്ലേ? അങ്കുലി പരിമിതം എന്ന് വെച്ചാൽ കൈവിരലിൽ എണ്ണാവുന്നത്രേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് രണ്ടാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, കൈവിരലിൽ എണ്ണാവുന്നത്രേ. അടുത്ത 3ലേക്ക് പോകുമ്പോൾ ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ പ്രസംഗമൊക്കെ പറയുന്ന സമയത്ത് എല്ലാവരെയും നമ്മൾ ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു എന്നായിരിക്കും നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഹാർദവം എന്ന് കേട്ട് നിങ്ങളും ചിലപ്പോൾ ഈ ഹാർദവം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കുത്തിയിട്ടുണ്ടാവും. അങ്ങനെ കുത്തിയവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. എന്നാൽ അങ്ങനെ കുത്തിയവർ ശ്രദ്ധിച്ചോ, അത് തെറ്റാണ്. ഹാർദവം എന്നല്ല പറയേണ്ടത്, ഹാർദം. നോക്കുക, ഓപ്ഷൻ എ, ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു എന്ന് വേണം പറയാം. അപ്പോൾ ഇനി ചില പ്രസംഗ സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. മിക്ക ആളുകളും തരത്തിൽ തെറ്റി പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഹാർദമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്തത് 4ാമത്തത് പുളിങ്കുരു. പിരിച്ചെഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പുളി പ്ലസ് കുരു അല്ലേ? പുളി പ്ലസ് കുരു. ഓപ്ഷൻ ബി, പുളി പ്ലസ് കുരു പുളിങ്കുരു അല്ലേ? പുളി പ്ലസ് കുരു പുളിങ്കുരു എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 4ാമത്തേൻ്റെ ഉത്തരം. അടുത്തത് പോകാന്നുണ്ടെങ്കിൽ ഘാതകൻ അല്ലേ? ഘാതകൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. ആ ഒരു പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഘാതകൻ എന്താണ്? ഭക്ഷിക്കുന്നവൻ എന്നാണ്. ഓപ്ഷൻ എ ആണ്. പിന്നീട് നമുക്ക് ഈ ഒരു ഘടികാരത്തിൻ്റെ ഘാതകൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് കൊലയാളി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു ഘായാണ്, അത് ശ്രദ്ധിക്കണം. നഖത്തിൻ്റെ ഘ വന്നു കഴിഞ്ഞാൽ ഭക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും, ഘടികാരത്തിൻ്റെ ഘായാണെന്നുണ്ടെങ്കിൽ അത് കൊലയാളി എന്ന അർത്ഥത്തിലുമാണ്. ഇനി എങ്ങാനും തെറ്റിപ്പോവാണെങ്കിൽ ഇത് നിങ്ങൾ അറിയുന്നവർ അത് അങ്ങനെ തന്നെ വെച്ചോ. ഇനിയിപ്പോൾ അതിനകത്ത് പുതിയതൊന്നുമില്ല. ഇനി ചിലപ്പോൾ ചിലർക്ക് ചില കാര്യങ്ങളുണ്ടാകും. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ രീതിയിൽ ചിലപ്പോൾ മാറിപ്പോവും. ആ ഘായാണോ ഈ ഘായാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഭക്ഷണം അല്ലേ? ഭക്ഷിക്കുന്നത് ഏതാണ്? ഈ ഘായാണ് അല്ലേ? നമ്മൾ വിരൽ അല്ലേ, കൈകൊണ്ടല്ലേ ഭക്ഷിക്കുന്നത്, നഖം കയ്യിലല്ലേ ഉള്ളത്. അപ്പോൾ ആ ഘ എന്ന് പറയുന്നത് ഓക്കെ. കൊലയാളി എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്? സമയമാണല്ലേ? ചിലപ്പോൾ കൊല ചെയ്യാനുള്ള ഒരു മനസ്സ്, ഘടികാരം, സമയം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഘ കിട്ടും. കൊലയാളി കണക്ട് ചെയ്യാനേ വരിട്ടുള്ളൂ. അല്ലാണ്ട് ഇതൊരു ക്ലൂ ആയിട്ടൊന്നുമല്ല, കോഡായിട്ടൊന്നും അല്ല പറഞ്ഞത്. ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എങ്ങാനും നമുക്ക് ട്വിസ്റ്റ് തോന്നിയാൽ
ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ്, ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത 6ാമത്തെ താഴെ പറയുന്ന പഴഞ്ചൊല്ലിൻ്റെ സാരസ്യം എന്തെന്ന് വെച്ചാൽ മുറി വൈദ്യൻ ആളെ കൊല്ലും. എന്താണ് അർത്ഥമാക്കുന്നത്? അല്പജ്ഞാനം ആപത്താണ് അല്ലേ. കുറച്ചറിവ് വെച്ചിട്ട് നമുക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഓപ്ഷൻ എ ആണ് 6ാമത്തിൻ്റെ. ഇനി 7 അർജൻറ്റീനയുടെ ജേഴ്സി എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം ഞാൻ ഇടാൻ കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരു നോവലുണ്ടല്ലേ, ആടുജീവിതം. കാരണം സിനിമയാകാൻ പോകുന്നൊരു നോവൽ. അപ്പോൾ ഈ ആടുജീവിതം എന്ന് പറയുന്നത് ബെന്യാമിൻ്റെ ആണല്ലോ. ബെന്യാമിൻ്റെ ആടുജീവിതത്തെക്കുറിച്ചിട്ട് നമുക്ക് ആ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതേ ബെന്യാമിൻ തന്നെയാണ് അർജൻറ്റീനയുടെ ജേഴ്സി എന്ന് പറയുന്ന കൃതി. ഓപ്ഷൻ സി, അർജൻറ്റീനയുടെ ജേഴ്സി എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? ബെന്യാമിൻ്റെയാണ്. അപ്പോൾ ആ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ബെന്യാമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചോദ്യം ഞാനിവിടെ ഉൾപ്പെടുത്തിയത്. മുൻപൊരു പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. അടുത്ത 8ാമത്തേത്, കുഞ്ഞിത്താച്ചുമ്മ എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ്? കുഞ്ഞിത്താച്ചുമ്മ ഏതാണ്? നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ൻ്റുപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു. ഓപ്ഷൻ ബി, ൻ്റുപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു. ഓപ്ഷൻ ബി ആണ് കുഞ്ഞിത്താച്ചുമ്മ എന്ന് പറയുന്നത്. അടുത്തത് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം അല്ലേ. വള്ളത്തോൾ, വള്ളം, വെള്ളം, വെള്ളം എന്നാലോചിക്കുക. വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പാലം വേണം. സോ പാല നാരായണൻ നായർ. ഇതൊക്കെ കോഡല്ല, ജസ്റ്റ് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത്. ഓക്കെ, സോ വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുമ്പോൾ വെള്ളം ആലോചിക്കുക. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ അപ്പുറത്തേക്കും ക്രോസ് ചെയ്യണം. പാലം വേണം. പാല നാരായണൻ നായർ എന്ന് ആലോചിക്കുക. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആരാണ്? പാല നാരായണൻ നായർ. അവസാനത്തെ, ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഓപ്ഷൻ ഡി, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്ന് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് തെറ്റിയ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. കാരണം അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം PSCയിലെ എല്ലാ പടവും പഴറ്റിയ ആളുകളും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ആദ്യപടി ചവിട്ടുന്നവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലായതുകൊണ്ടാണ് നമ്മൾ ബേസിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതും. എന്നാൽ ഒരുപാട് നമ്മൾ കോംപ്ലിക്കേഷനിലേക്ക് ക്വസ്റ്റ്യൻസ് കൊണ്ടുപോകാത്തതും. പലരും പറയുന്നുണ്ട് ഇതൊക്കെ സിമ്പിളാണെന്നൊക്കെ ചിലർക്ക് തോന്നും, മനസ്സിൽ ഓട്ടോമാറ്റിക്കലി തോന്നും. പക്ഷേ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പറയാനില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്കും ഈ ഒരു ക്ലാസ് കാണുമ്പോൾ അവർക്ക് പുതിയൊരു അറിവ് കിട്ടണം. എന്നാൽ നേരത്തെയുള്ള അറിവാണെങ്കിൽ പോലും അതൊന്ന് റീഫ്രഷ് ആയി കിട്ടണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തുന്നത്, മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. 9747886626 എന്ന് പറയുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നമ്പറാണ്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിന് നിങ്ങൾക്ക് വിചിത്ര അക്കാദമി ഉണ്ടാവും. ഒപ്പം നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കാണാനും ഈ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും മറ്റ് സംശയങ്ങൾക്കും പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഒപ്പം നമ്മുടെ ഈ ഒരു മോക്ക് ടെസ്റ്റ്, മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. താങ്ക് യു.